ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോൺ പലതരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വരാം. നമ്മൾ കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ സാധാരണ അതൊക്കെ ഒരു സർവീസ് സ്റ്റേഷനുകളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ മൊബൈൽ റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പണച്ചെലവേറിയതാണ്. അതേപോലെ തന്നെ നമ്മുടെ സമയവും നഷ്ടപ്പെടും. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈലുകളൊക്കെ സ്വന്തമായിട്ട് തന്നെ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു. ifixit എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിൽ പലതരം കാറ്റഗറി തിരിച്ചിട്ട് ഓരോ ഐറ്റംസിൻ്റെയും എങ്ങനെയാണത് റിപ്പയർ ചെയ്യാന്നുണ്ട്. ഇത് ഫോണാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത് അവർ ചോദിക്കും ഏത് തരത്തിലുള്ള ഫോണാണെന്ന്. അപ്പോൾ നമ്മൾ കാറ്റഗറി തിരിച്ചിട്ട് ഐഫോൺ ഉണ്ട്, ആൻഡ്രോയിഡ് ഫോൺ. ഇപ്പോൾ നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പല കമ്പനികളുടെ പേര് ചോദിക്കുമ്പോൾ സാംസങ് ആണോ LG ആണോ നോക്കുക. അപ്പോൾ നമ്മൾ സാംസങ് സെലക്ട് ചെയ്യുക. സാംസങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ പല മോഡലുകളുടെയും ലിസ്റ്റ് ഇവിടെ വരുന്നതായിരിക്കും. ഇപ്പോൾ സാംസങ് ഗാലക്സി J എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വരുന്നത് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏത് ഭാഗമാണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടത് ചോദിക്കുക. അതിൻ്റെ ക്യാമറയാണോ അതേപോലെ തന്നെ സ്ക്രീനാണോ. അപ്പോൾ നമ്മളിപ്പോൾ സ്ക്രീനാണെങ്കിൽ ആ സ്ക്രീൻ സെലക്ട് ചെയ്യുക. ആ സ്ക്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് റിപ്പയർ ചെയ്യണതിനുള്ള സ്റ്റെപ്പുകൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്ങനെയാണെന്നത് ഇമേജും ഇതായിട്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് ആ സ്ക്രീൻ എങ്ങനെയാണ് അടിക്കുക എന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വെബ്സൈറ്റിൽ കാണിക്കുന്നു. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസുകളും അതേപോലെ തന്നെ ആ ഫോണിൻ്റെ പാർട്ടുകളൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു. മൊബൈൽ ഫോണും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വെബ്സൈറ്റ് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു. അതേപോലെ തന്നെ ഇവരുടെ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ റിപ്പയർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലൊരു ആപ്പും ഉണ്ട്. ആ ആപ്പിലും എങ്ങനെയാണ് ഓരോ ഐറ്റംസ് റിപ്പയർ ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ സ്വന്തം റിസ്കിൽ റിപ്പയർ ചെയ്യുക. നമ്മളൊരു എക്സ്പെർട്ടുകൾ റിപ്പയർ ചെയ്യണ മാതിരി ഒരിക്കലും ആകില്ല. അത് നമ്മൾ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാറ്ററി അതേപോലെ തന്നെ ഏതെങ്കിലും പാർട്ടുകളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് കേടുവരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ചൊക്കെ എടുക്കുക. എക്സ്പെർട്ടുകൾ ചെയ്യുന്ന മാതിരി നമ്മൾ ചെയ്ത ഒരിക്കലും ആകില്ല. ഈ വെബ്സൈറ്റിൻ്റെ പേരും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്പിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.